ദാ ഈ കാണുന്ന ദേ ഫിഷ് റെസ്റ്റോറൻറ്റിലേക്ക് പോരുന്നോ? ഞങ്ങളുടെ കൂടെ ആരെങ്കിലും? മലൈക്കാസാണ് കേട്ടോ. ഫിഷിനേക്കാളും ഇഷ്ടം ഒരു പടി ചിക്കനോട് കൂടുതലുള്ളത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള പോക്ക് അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഡേ ഫിഷ് എന്ന് പറയുമ്പോൾ വേറെ ഏതാ പോകാനുള്ളത് അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ അറ്റ് ലാസ്റ്റ് ഞങ്ങളെന്ന് വിചാരിച്ചു ഒന്ന് പോയി നോക്കാം. കയറിയിരുന്നു. ആംബിയൻസ് ഒക്കെ നല്ല രസമാണ്. ശരിക്കും നമ്മളൊരു ബോട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ഫുള്ള് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. വെൽക്കം ഡ്രിങ്ക് വന്നു. പാഷൻ ഫ്രൂട്ടിൻ്റെ എസൻസ് ഇട്ടിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നല്ല ചുക്ക് കാപ്പി കുടിക്കുന്ന പോലെ എരിവും മധുരവും ഒക്കെയുള്ള ത്രോട്ട് പെയിനൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ഞാനെന്നല്ല ഞങ്ങളെല്ലാവരും തന്നെ. ഷിപ്പുവേട്ടൻ പോയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാനും കുട്ടികളും ആദ്യമായിട്ടാണ് ഇതേപോലെ ലൈവായിട്ട് ഫിഷിനെ പിടിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം ഓൾറെഡി വരലാണല്ലോ പതിവ്. ഇതിപ്പോൾ ലൈവായിട്ട് ക്രാബിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു, ഫിഷ് ചൂസ് ചെയ്യുന്നു, പ്രോൺസ് ചൂസ് ചെയ്യുന്നു, കല്ലുമ്മക്കായ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഈ ഫിഷുകളുടെ ഒക്കെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനറിയില്ല. നമ്മളങ്ങനെ ക്രാബ് ചൂസ് ചെയ്തു. അവർ സാലഡ്സ് കൊണ്ട് തന്നു. എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സാലഡ്സ് ആണ് കേട്ടോ. സ്റ്റാർട്ടറായിട്ട് ഒരു ഫിഷ് കബാബാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ്റെ പോലെ തന്നെ. ശരിക്കും അത് ഒരു 3 ടൈപ്പ് ഡിപ്പിൻ്റെ കൂടെയാണ് വരുന്നത്. What is it? It's a Fish kebab. yeah. It's basic chicken. Fish kebab first time you're eating, right? Yeah. This is chicken as fish. ആ റെഡ് ഫിഷിൻ്റെ പേര് സാൽമൺ എന്നല്ലേ. ആ ഫിഷ് പൊതുവേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അത് ആദ്യമായിട്ട് കഴിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷാണ് അല്ലേ ആ ഫിഷിൻ്റെ. പിന്നെ അതിൻ്റെ ഡിപ്പാണ് എനിക്ക് പ്രത്യേകം എടുത്ത് ഇഷ്ടമായത്. നമ്മുടെ ഇഞ്ചിമുളി കഴിക്കുന്ന പോലെ ഉണ്ടായി. അത് കഴിച്ച് തീരുമ്പോഴേക്കും തന്നെ അവർ നമ്മൾ സെലക്ട് ചെയ്ത ക്രാബ് മസാല റോസ്റ്റ് അത് കൊണ്ടുവന്നു കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചാണ് കൊണ്ടുവന്നത്. ഫിഷ് ആലപ്പി കറി, Alapi fish curry, and then some paratha and kallapam and some crab and some crab machine. Crab masala. And some crab machine. Crab machine? Yeah. Cut ചെയ്യാൻ cutter. Okay, let's take some mango curry, guys. Guys, look here. Let's put some gravy right there. And then let's take some crab. So look there. I don't know. Then the fish is ഫിഷ് തന്നെ. ക്രാബ് നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ കഴിക്കാനായിട്ട്. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആ സീൻ ആലോചിച്ചിട്ട് ചിരി വരികയാണ്. വീട്ടിൽ വെച്ച് പല പ്രാവശ്യം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ അമ്മ നമുക്ക് കഴിക്കാൻ പാകത്തിന് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നമുക്കത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാക്കിയാണ് തരുന്നത്. അതുകൊണ്ട് നമുക്കത്ര ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ ലെഗും എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളുടെ ഡ്യൂട്ടിയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്രാബും നമ്മൾ തമ്മിലുള്ള ഒരു റെസ്ലിംഗ് കളിയായിരുന്നു ആക്ച്വലി ക്രാബ് മസാല. ഇത് നമുക്കിന്ന് പോണ്ടേ? കുറെ മലപ്പുറത്തം പിടിക്കണം. വീട്ടിൽ പോയി കഴിക്കണമായിരിക്കും നല്ലത്. എനിക്ക് കുറച്ചുകൂടെ കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പീസിൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് അവിടെ നിന്ന് കഴിക്കാനോ ഇത് പൊട്ടിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല.
എനിക്ക് കാണില്ലല്ലോ എനിക്ക് കാണില്ലല്ലോ So guys, after this, വീട്ടിൽ പോയിട്ട് ഭക്ഷണമായിരിക്കും വരലും no, കഴിക്കാൻ പറ്റണ്ട. yeah, ഞാൻ വീട്ടിൽ ഇവിടെ അതുണ്ടല്ലോ രംഗം കൂടുതലൊക്കെ പറയും ഒരു ദിവസം വാടകയ്ക്ക് നമ്മൾ ക്രാബ് ഫുള്ള് പാക്ക് ചെയ്യിച്ചു. അടുത്ത അംഗം വീട്ടിൽ പോയിട്ട് നാളെ ആവാമെന്ന് വിചാരിച്ച് അവിടുന്ന് പതുക്കെ വൈൻഡപ്പ് ചെയ്തു. നമ്മൾ കഴിച്ചതിൽ നമുക്ക് ഫിഷിൻ്റെ കബാബാണ് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. ക്രാബും അതേപോലെ ഫിഷ് ആലപ്പിക്കറി, അത് ആലപ്പിക്കറി അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. ക്രാബ് മസാല ഓക്കെ ആയിരുന്നു. ഫിഷ് കബാബ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അവരുടെ ഡ്രിങ്ക്സൊക്കെ നല്ലതാണ്. അതുപോലെ സാലഡ്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാലഡ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും ക്യാരറ്റും കുക്കുംബറും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചെറിയൊരു മജ്ലിസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓണത്തിന് തന്നെ സദ്യ കഴിക്കാനിരിക്കുന്ന പാട് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് മൈൻഡ് ആക്കണ്ട. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ അമിതാഭ് ബച്ചൻ്റെ ഒരു പിക്ക്. അപ്പം ഞാൻ കരുതി വല്ല മ്യൂസിക് കഫേ ആണെന്ന്. നോക്കിയപ്പോൾ എന്താ, നെയിൽസ് ആൻഡ് ടോസ്, നമ്മുടെ മെനിക്യൂർ ആൻഡ് പെഡിക്യൂർ ചെയ്യുന്ന സലോൺ. ബോയ്സൊക്കെ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയ വിവരം അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞില്ല. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോയി. ഇനി നാളെ ക്രാബുമായിട്ടുള്ള മൽപ്പിടുത്തം വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ദേ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയേ ഒരു ലവ്ലി കപ്പിൾസ് അവർ ചെയറൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ, എന്ത് രസമല്ലേ എങ്ങനെ ഇരുന്ന് വർത്താനം പറയാനായിട്ട്. സ്നേഹം നേടിയെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സാഹസികതയാണെന്ന് ആരോ പറഞ്ഞതോ എവിടെയോ വായിച്ചതോ എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് സ്നേഹം നേടിയെടുക്കുന്നതിനേക്കാളും അത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാഹസികത. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മലൈക്കാസ്.